ഈ ലല്ലുന്റെ ആരൊക്കെ ഓർമ്മയുണ്ടെന്നറിയില്ല, ഞാനൊക്കെ ഈ മീഡിയ ഫീൽഡിൽ വന്ന സമയത്ത് ലല്ലുവിന്റെ സ്റ്റോറീസ് യൂത്ത് ഫെസ്റ്റിവലിന്റെ കുറെ സിഗ്നേച്ചർ ഉള്ള സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമാണ് ഈ ലല്ലുവിന്റെ ഒരു സ്പെഷ്യൽ വോയിസും ആ ഒരു അപ്പിയറൻസിലും ആ എന്താ പറയുക സ്ക്രിപ്റ്റിലൊക്കെ വരുമ്പോഴും അല്ലാത്തൊരു ഹൈലൈറ്റ് വരുമായിരുന്നു സ്റ്റോറി. അപ്പൊ എന്തായാലും ലല്ലു വീണ്ടും കലോത്സവ വേദിയിൽ സജീവമായതിന്റെ കാഴ്ച കണ്ടതിൽ ഒരുപാട് സന്തോഷം. പഴയടമായിട്ടുള്ള സംസാരം കേട്ടു. എന്നാലും നമുക്കേ ഈ ഇന്നത്തെ പ്രധാന ഈവന്റുകളൊന്ന് പോയി നോക്കിയിട്ട് വന്നാലും ആരാണ് നമ്മളോടൊപ്പം ഐശ്വര്യ അനിൽ ചേരും. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് കലോത്സവത്തിൽ ഗ്ലാമർ ഇവന്റ് ഏതായിരിക്കും? ഗ്ലാമർ ഇവന്റ് എന്ന് പറയുന്നത് ഒന്നല്ല, നമുക്ക് ഒന്നിൽ ഒതുക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഒപ്പനയുണ്ട്, നാടകമുണ്ട്, അതിനു പുറമെ നാടോടി നൃത്തമുണ്ട്, ബാൻഡുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഗ്ലാമർ ഐറ്റവും ഇന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പല വേദികളിലായിട്ടാണ്. അതിനു പുറമെ കുച്ചിപ്പുടിയുണ്ട്, ചാക്യാർ കൂത്തുണ്ട്, അതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. തുള്ളലുണ്ട്, മോഹിനിയാട്ടം ഇന്നും തുടരുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്നത്തെ ഒരു മത്സര ഇനങ്ങൾ വരുന്നത്. ഇനി പോയിന്റ് നില കൂടി നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കോഴിക്കോടാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 212 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. പക്ഷെ തൊട്ടു പിന്നാലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. അത് തൃശ്ശൂരും കണ്ണൂരുമാണ്. 210, അതായത് 2 പോയിന്റിന്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. അതിന് പിന്നാലെ മലപ്പുറവും പാലക്കാടും ഉണ്ട്. ഇതാണ് 5 ഫസ്റ്റ് 5 പൊസിഷനിൽ വരുന്നത്. ഫസ്റ്റ് 5 പൊസിഷനിൽ നമ്മുടെ കൊല്ലം പോയോ? അതെ, ഇതിന്റെ തള്ളു മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, വേറെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോടാണ്. മാത്രമല്ല പാലക്കാട് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു ഐശ്വര്യ. നമുക്ക് ഒരു പ്രതിഭ നമ്മളോട് ചേരുന്നുണ്ട്. പേരെന്താ മോളെ? ഏത് ഐറ്റത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? മോഹിനിയാട്ടം. എപ്പോഴാ മത്സരം? ഇപ്പൊ 9:30 മത്സരം. അയ്യോ, 9:30. അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടേ? ഒരുപാട് സമയം എടുക്കില്ലേ സാധാരണ നിങ്ങളുടെ ഈ മേക്കപ്പിനൊക്കെ? 1 മണിക്കൂറിൽ സെറ്റ് ആക്കും. ഈ എത്രാം തവണയാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരുന്നത്? ഞാനിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം. എവിടെ സ്ഥലം, എവിടെ സ്കൂൾ ഏതാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, കുന്നോളത്ത് ബെദനി സെന്റ് ജോൺസ് എന്നാണ്. ആ തൃശ്ശൂരിന്ന് വന്നതാണ് ഫീല് വന്നത്. ഓക്കെ, എത്ര നാളെ പഠിക്കുന്നു? ഞാൻ 13 കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി ഉണ്ട്. ഓക്കെ, ഇവിടെ 3 ഇവന്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ കഴിഞ്ഞു, ഇന്നലെ ഉണ്ടായിരുന്നില്ലേ മത്സരം? ഭരതനാട്യം കുച്ചിപ്പുടിക്കുണ്ടോ? അതിന് എപ്പോഴാണ് മത്സരം നടക്കാൻ പോകുന്നത്? നാളെയാണ് നടക്കാൻ പോകുന്നത് അല്ലേ? ഈ 3 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചോദിക്കുകയാണ്. ഈ പഴയതുപോലെ ഈ കലാതിലകമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റും സെക്കൻഡ് അങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നു തോന്നുന്നുണ്ടല്ലോ. ഓ, കലാതിലകം ബാക്കി എന്താ പറയാൻ മതിയായിരുന്നു? അങ്ങനെയൊന്നുമില്ല, എന്നാലും നമുക്ക് കളിക്കാൻ പറ്റും, നല്ല സ്റ്റേജിൽ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ലൊരു ചാൻസ്. അത് നിൽക്കുന്ന അമ്മയല്ലേ? അപ്പൊ നമുക്ക് അമ്മയെ കൊണ്ട് പരിചയപ്പെടാം. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഈ അമ്മയുടെ കയ്യിലുള്ള ഇത് കണ്ടാൽ തന്നെ ഇതൊക്കെ ഡാൻസിനുള്ള ഒരുക്കങ്ങൾക്കുള്ള അതല്ലേ? 3 ഐറ്റമുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഡ്രസ് കോസ്റ്റ്യൂംസും അധികം വേണ്ട വന്നു. അപ്പൊ നമ്മള് 3 ദിവസത്തോടെ സ്റ്റേ ആണ്. ഓഹോ, 3 ദിവസത്തോടെ സ്റ്റേ ചെയ്ത്. അത് ഞാൻ ചോദിക്കട്ടെ, ഈ മോളുടെ ഇതിനു വേണ്ടി എത്രത്തോളം എഫേർട്ട് പേരന്റ്സിന്റെ ഭാഗത്തുണ്ടാവും നമുക്കറിയാം. അത് അതിനുള്ള സമയം കിട്ടാറുണ്ടോ? അതിന് സമയം നമ്മൾ കണ്ടെത്താണ്. അവരുടെ കഴിവുകൾ വളർത്തുക എന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. എന്തോ ഈ മക്കളെക്കാൾ കൂടുതൽ ഇക്കാര്യങ്ങളിലൊക്കെ എഫേർട്ട് എടുക്കുന്നത് പേരന്റ്സ് ആണ്. അവര് സാറാണ്, അവർ പഠിപ്പിക്കുന്ന സാറാണ്. എന്താ പറയുക, സ്കൂളിൽ പഠിക്കണേക്കാളധികം നമുക്ക് ഇതിന് നമ്മൾ സമയം കണ്ടെത്താണ്. ഇവളെങ്ങനെയാ പരിശീലനം കറക്റ്റ് ആണോ മടി കാണിക്കപ്പോഴെങ്കിലും? കറക്റ്റ് ആണ്. നമ്മൾ ചെറുപ്പം 12 വർഷമായിട്ട് ഒരു സാറിന്റെ കീഴിലാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മള് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അവരും അതുപോലെ നോക്കണു. അപ്പൊ നമ്മളെപ്പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 3 ഐറ്റം, അപ്പൊ ഇതൊരു വലിയ ഫിനാൻഷ്യൽ ചെലവ് കൂടിയല്ലേ? ചെലവുണ്ട്. നമ്മൾ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കളിക്കാം, അങ്ങനെ ചെയ്യാം ഇതായിട്ട്. പിന്നെ ഇപ്പൊ അവരുടെ സാറ് അത്യാവശ്യം നമുക്ക് ഹെൽപ്പാണ്. ഐറ്റം ഒക്കെ പഠിപ്പിക്കുമ്പോ അങ്ങനെ ഫീസൊന്നും മേടിക്കാറില്ല. പിന്നെ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂംസിന് ഏതാണ്ട് എത്രയാ പ്ലസ് മേക്കപ്പ്? പ്ലസ് മേക്കപ്പ് ആകുമ്പോ ഒരു 10-12 ഒക്കെ വരും. ഇത് മാത്രം, ഡ്രസ്സിങ് മാത്രം. കോസ്റ്റ്യൂം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയതാണോ? വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ റേറ്റ്? അതിന് ഒരു 5000 രൂപയൊക്കെ ഡ്രസ്സിന് മാത്രമായിട്ട് സ്റ്റിച്ചിങ് ചാർജ് വരും. പിന്നെ നമ്മൾ എടുക്കുന്ന സാരി അനുസരിച്ച് അതിന് റേറ്റ് വരും. പിന്നെ നമ്മൾ 1 വർഷം ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് വരെ യൂസ് ചെയ്യാവുന്ന വിധത്തില്. അപ്പൊ പിന്നെ നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ. റെന്റ് വരുമ്പോ കുറച്ച് ചെലവ് വരും.
അപ്പോ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം മൂന്നുകൂടി ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പോക്കറ്റ് കീറുന്ന. ഉണ്ട്. ഒരു വർഷം തന്നെ അത്യാവശ്യം ചെലവുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവം, കേരളോത്സവം, അങ്ങനെ പല പല മത്സരങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക്. എന്തായാലും ഈ വർഷം 12th ആണ്, അവസാനിക്കാണ്. ഇല്ല, അവസാനിക്കുന്നില്ല. കോളേജിൽ എത്തിയാൽ പിന്നെയും തുടരുന്നു. നമ്മള് സ്കൂള് അവസാനിക്കാണ്. അതെ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസ കേട്ടോ. all the best. ഇന്നും നാളെയും എല്ലാം എ ഗ്രേഡ് കിട്ടട്ടെ. ഓക്കെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. അപ്പൊ